ഹായ് അസ്സലാമു അലൈക്കും. ഇന്നെന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മട്ടൻ മുറദ്ദവാദി പുലാവ്. അതിന് വേണ്ടി ഞാൻ 1 കിലോ ഇറച്ചി എടുത്തിന്, 2 ഉള്ളി അരിഞ്ഞിട്ടെടുത്തിന്, പച്ചമുളക്, 1 കഷ്ണം ലെമൺ, 2 വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ 2 കഷ്ണം എടുത്തിന്. പിന്നെ ഇത് മല്ലി, ബഡിസോപ്പ്, പിന്നെ ഗരം മസാല, ജീരകം അത്ര നമ്മൾ ഇട്ടിട്ടില്ലേ. വെള്ളം 1 ഗ്ലാസ് ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട്, പിന്നെ ഇതിൽ 1/2 സ്പൂണില്ല എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിക്കാൻ പാടില്ല, ഇറച്ചിൻ്റെ വെള്ളം വരുന്നല്ല. ഇതെല്ലാം മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് കുക്കറിൽ വെക്കണം ഒരു സൈഡിൽ. പിന്നെ ഞാൻ ചോറുണ്ടാകാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തിന്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഇട്ടിട്ട് 2 ഉള്ളി എടുത്തിന്. ഉള്ളി നല്ല മിക്സാക്കി. പിന്നെ ഗരം മസാല എടുക്കണം. കെത്ത, ലോങ്ക്, ജീരകം, ബഡിസോപ്പ്, എല്ലാ ഗരം മസാല, കുരുമുളക്, ഏലക്ക, ഈ ചപ്പില്ലേ തേജ്പത്ത, അത് അതിനിട്ടിട്ട് കൊടുക്കണം. നല്ല മിക്സാക്കിയിട്ട് ഉള്ളി ചോക്കാൻ വരുമ്പോൾ കയമ്പില്ലേ ഞാൻ ഇറച്ചി വെന്ത് കിട്ടീന് ഒരു സൈഡിലില്ലേ ഞാൻ ചെന്നിക്കകത്ത് ഇട്ടിട്ട് വെച്ചിട്ട് മസാല എന്തിടാൻ പാടില്ല. ഇതേമാതിരി ഇറച്ചി പിന്നെ ഇട്ടിട്ട് ഈ ഉള്ളിക്കകത്ത് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി മസാല എന്തിടാൻ പാടില്ല. പിന്നെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കണം. 2 സ്പൂൺ. ഇങ്ങനെ നല്ല മണം മാറുന്നത് വരെ ഇളക്കിയിട്ട് കൊടുക്കണം നമുക്ക് ഇതേമാതിരി. പിന്നെ ഇല്ലേ ഇത് ഒരു 10-12 ഞാൻ മുളക് എടുത്തതിനെ കുത്തിയിട്ട്, മിക്സറിലിടാൻ പാടില്ല, കുത്തിയിട്ട് ഇതേ ഇറച്ചി കത്തിട്ടിട്ട് കൊടുക്കണം. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ 250 ഗ്രാംസില്ലേ ഇത് പുളിയില്ലാതെ ദഹി ഇട്ടിട്ട് കൊടുക്കണം. ഇതേമാതിരി ഇത് നല്ല ഇളക്കിയിട്ട് കൊടുത്ത. പിന്നെ വെളുത്തുള്ളി വെന്തിട്ടില്ല ഞാൻ അതിന് ഇതേമാതിരി എൻ്റെ ഉള്ളിലത്തെ ഇതെടുത്തിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഞാൻ ഇറച്ചിക്കകത്ത് ഇട്ടിട്ടില്ല, ഇത് ഇടിയിടാൻ പാടില്ല. ഇതേമാതിരി ആക്കിയിട്ട് എടുക്കണം. ഈ വേവിച്ചിട്ട് വെച്ച വെള്ളമില്ല ഇറച്ചിൻ്റെ, അതിനൊഴിച്ചിട്ട് കൊടുക്കണം. ഇതിട്ട പിന്നെ ഇതൊരു ലിമന് പിഞ്ഞ് കൊടുക്കണം. ലിമന് നല്ല തളിച്ചിട്ട് വരുമ്പോൾ ഇല്ലേ 2 ഗ്ലാസ് അരി എടുത്തിന്, അരി ഇട്ടിട്ട് കൊടുക്കണം. ഇതേമാതിരി നല്ല ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ മൂടി വെക്കണം ഒരു 10 മിനിറ്റ്. പിന്നെ മരിക്കനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ മുകളിലേക്കില്ലേ ഫുഡ് കളർ ഇട്ട് കൊടുക്കണം. പിന്നെ കൊത്തമീർ, പുതിന, പിന്നെ അസിലേക്ക് ഇല്ലേ അമൂൽക്ക നെയ്യിട്ടിട്ട് കൊടുക്കണം മുകളിലേക്ക്. ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് നോക്കും. നല്ല ടേസ്റ്റിയായ മുറദ്ദവാദി പുലാവ് കഴിക്കാൻ നല്ല ടേസ്റ്റി. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.